ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഇന്നൊരു വചനം പാട്ടായിട്ട് പഠിക്കാം. സങ്കീർത്തനങ്ങൾ 139, 24. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഈ 139 സങ്കീർത്തനങ്ങളുടെ ടൈറ്റിൽ തന്നെ എല്ലാം കാണുന്ന ദൈവം. നമ്മളുടെ ഇപ്പോഴത്തെ AI ക്യാമറാസ് പോലൊന്നുമല്ല ദൈവം. AI തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ? ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനൊക്കെ അപ്പുറം ദ റിയൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സൂപ്പർ ഇൻ്റലിജൻസ്, സൂപ്പർ പവർ അല്ലേ? എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ, സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവം നമ്മളോട് കൂടെയുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ എല്ലാം കഴിഞ്ഞ് അങ്ങേ അറ്റം പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മളെപ്പോഴും അവസാനമായിരിക്കും ചിലപ്പോൾ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനല്ല വേണ്ടത്. ഈ വചനം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ 139 വായിച്ചു നോക്കി അറിയാം ദൈവത്തിൻ്റെ റിയൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റിയൽ പവർ അറിയാം. എല്ലാം കാണുന്ന ദൈവം, നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും ഒരു വാക്ക് നമ്മുടെ നാവിൽ എത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മളെ മെനഞ്ഞ ദൈവമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ ലൈഫിൻ്റെ എന്നാ പറയുക സ്റ്റിയറിങ് കൊടുത്താൽ ദൈവം കറക്റ്റ് റൂട്ടിലൂടെ നമ്മൾ നടത്തിക്കോളും. അതിന് പറ്റിയൊരു വചനം നമ്മളെന്നും പ്രാർത്ഥിക്കേണ്ട, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് നമുക്ക് പ്രലോഭനങ്ങളുടെ നടുവിൽ കൂടി അല്ലെങ്കിൽ എന്നാ പറയുക ഒത്തിരി വഴിതെറ്റിപ്പോവാം നമ്മൾ. അപ്പോൾ ഡെയിലി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു വചനം ഇതാ. വിനാശത്തിൻ്റെ മാർഗത്തിലൂടെയാണോ ഞാൻ ചരിക്കുന്നത് എന്ന് നോക്കണേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണേ എന്ന് നമ്മൾ ദൈവത്തോട് ഡെയിലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് റൂട്ടിലൂടെ നടത്തിക്കോളും. നമ്മൾ പേടിക്കണ്ട. അപ്പോൾ നമുക്കൊന്നുകൂടി ഒന്ന് പാടി പഠിക്കാം. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത